നമസ്കാരം, എല്ലാവർക്കും എജുബ്ലേറ്റ്സിന്റെ പുതിയൊരു ക്ലാസ്സിലൂടെ സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ കാറ്റഗറി 2 സോഷ്യൽ സയൻസിൽ 2021 വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മൾ എല്ലാ സബ്ജക്റ്റിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളിവിടെ കവർ ചെയ്യുന്നില്ല. നമ്മളിവിടെ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹിസ്റ്ററിയിൽ കാറ്റഗറി 2 സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയുടെ കീഴിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് 2021. ഓക്കെ, ആ ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ, അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷനുകൾ, കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു ക്ലാസ്സിലൂടെ സ്വാഗതം. നമുക്ക് ആദ്യത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: മെഹ്റോലി ഇരുമ്പ് സ്തംഭം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ മെഹ്റോലി അയൺ പില്ലറിനെ കുറിച്ചൊരു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. Okay, so the question ഇങ്ങനെയാണ്: the Mehroli iron pillar is situated at, എവിടെയാണ് അത് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. അലഹബാദ് ആണോ, പാറ്റ്നയാണോ, ന്യൂഡൽഹി ആണോ, വാരണാസി ആണോ എന്നാണ് ചോദ്യം. മെഹ്റോലി ഇരുമ്പ് സ്തംഭം നിങ്ങൾക്കറിയാം, വളരെ ഫേമസ് ആണ്. ഗുപ്ത കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് മെഹ്റോലി ഇരുമ്പ് സ്തംഭം എന്ന് പറയും. ഇന്ന് വരേക്കും 1000 വർഷങ്ങൾക്കിപ്പുറം ഇന്നും തുരുമ്പെടുക്കാതെ നിൽക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ മെഹ്റോളിയിലെ ഇരുമ്പ് സ്തംഭം എന്ന് പറയുന്നത്. അപ്പൊ അത് സ്ഥിതി ചെയ്യാൻ അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നാണ് ചോദ്യം. ഇത് നമ്മളുടെ 8ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അതില് ഗുപ്താസിനൊക്കെ കുറിച്ചിട്ട് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോ എവിടെയാണ് മെഹ്റോലിയിലെ ഇരുമ്പ് സ്തംഭം എന്ന് പറയുന്നത്? മെഹ്റോലി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രദേശമാണ്. ഓക്കെ, മെഹ്റോലി ശരിക്കും ന്യൂഡൽഹി ആണ്. ഓക്കെ, ന്യൂഡൽഹിയിലെ മെഹ്റോലി എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെയുണ്ട്. അപ്പോ ഈ മെഹ്റോലിയിലെ ഇരുമ്പ് സ്തംഭം എന്ന് പറയുന്നത് നമ്മളുടെ ഈ കുത്തബ് മിനാറിന്റെ ആ ഒരു കോംപ്ലക്സ് ഉണ്ട് മെഹ്റോലി എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ. അപ്പോ ആ കുത്തബ് മിനാറിന്റെ അടുത്താണ് ഈ മെഹ്റോലി ഇരുമ്പ് സ്തംഭം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. നമ്മളെ ചന്ദ്രഗുപ്ത സെക്കൻഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് മെഹ്റോലി ഇരുമ്പ് സ്തംഭത്തിൽ പറയുന്നത്. പിന്നെ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തി എന്ന് പറയും. അത് നമ്മളെ സമുദ്രഗുപ്തനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അത് അലഹബാദിലാണ്, അത് യുപിയിലാണ്, ഇത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാൻ മറക്കരുത്. ഓക്കെ, പിന്നെ അടുത്തത് നമ്മളെ 10ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ്, അതിൽ സോഷ്യൽ റിഫോം മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് രാമകൃഷ്ണ മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? നെയിം ദ ഫൗണ്ടർ ഓഫ് ദ രാമകൃഷ്ണ മിഷൻ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഉത്തരം അറിയാലോ ആരാണ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് രാമകൃഷ്ണ മിഷന്റെ സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോ അത് ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ആരാണ്? MG റാനഡെ ആണോ, സ്വാമി വിവേകാനന്ദനാണോ, സിസ്റ്റർ നിവേദിതയാണോ, അരവിന്ദോ ഘോഷാണോ? ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് അല്ലെ. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള രാമകൃഷ്ണ പരമഹംസയുടെ ഓർമ്മയ്ക്ക് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മെമ്മറി കോമമറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പുള്ളി ഈ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. ഓക്കെ, സ്വാമി വിവേകാനന്ദന്റെ വലിയൊരു ഫോളോവർ, അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ഡിവോട്ടി ആയിരുന്നു സിസ്റ്റർ നിവേദിത. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ പ്രാർത്ഥനാ സമാജവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് MG റാനഡെ. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് നമ്മളെ ഈ ഓരോ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കട്ടോ. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം: തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. ഇതേ ചോദ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. 2023 ഈ ഒരു ചോദ്യം ഇതേ സിമിലർ ആയിട്ടുള്ള ഇതേപോലത്തെ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ബൃഹദേശ്വര ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പുതിയ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. പുതിയ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ ഈ ചോളന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചാപ്റ്റർ, തനിയാ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്നുള്ള ഒരു ചോദ്യം അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളുണ്ട്. പഴയ ടെക്സ്റ്റ് ബുക്കിലും 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിൽ തന്നെയാണ് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഈ ചോളന്മാരെ കുറിച്ചിട്ടും ഡൽഹി സൽത്തനത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം. മറ്റേ ചോദ്യം ബൃഹദേശ്വര ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ്. ഇത് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ആരുമായിട്ട് ബന്ധപ്പെട്ട്, ആരുമായിട്ടാണ്? ചോളന്മാരുമായിട്ടാണ് അത് ബന്ധപ്പെട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കണം, മറക്കരുത്. ഓക്കെ, മഹാബലിപുരത്തെ ക്ഷേത്രങ്ങളാണ് പല്ലവ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അപ്പൊ അത് രണ്ടും നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക, കൺഫ്യൂസ് ആക്കരുത്. ഓക്കെ,
പിന്നെ അടുത്ത ചോദ്യം 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണെന്നാണ് ചോദ്യം. 10ാം ക്ലാസ്സിന്റെ പഴയ സോഷ്യൽ സയൻസിൽ റിവോൾട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യമാണ്. 1857 കലാപത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഓരോ പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിൽ ഈ റിവോൾട്ട് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ആര് എന്നുള്ള ഒരു ലിസ്റ്റ് ഒരു ബോക്സിലിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ചോദ്യം ഇങ്ങനെയാണ്: 1857 കാൺപൂരിൽ നേതൃത്വം നൽകിയത്, ആ റിവോൾട്ടിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണെന്നാണ് ചോദ്യം. ബഹദൂർ ഷാ സെക്കൻഡ് ആണോ? ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ്? പുള്ളി നമ്മളെ മുഗൾ ചക്രവർത്തിയായിരുന്നു അന്ന്. പുള്ളിയാണ് ഡൽഹിയിൽ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. മംഗൾ പാണ്ഡെയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. പിന്നെ നാനാ സാഹിബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ബാജിറാവു സെക്കൻഡ് എന്ന് പറയുന്ന ആളുടെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. അപ്പോ അദ്ദേഹത്തിന് പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാർ, കാരണം ദത്തുപുത്രൻ ആയതുകൊണ്ട്. അതാണ് മെയിൻ ഇഷ്യൂ. നാനാ സാഹിബ് റിവോൾട്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ അതാണ്. അപ്പൊ നാനാ സാഹിബാണ് ശരിക്കും കാൺപൂരിൽ ഈ റിവോൾട്ടിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കാൺപൂരിൽ നാനാ സാഹിബും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കമാൻഡർ കൂടെ ആയിട്ടുണ്ടായിരുന്ന താന്തിയ തോപ്പി, ഇവർ രണ്ടുപേരുമാണ് കാൺപൂരിൽ റിവോൾട്ടിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റാണി ലക്ഷ്മിബായിയുടെ നിങ്ങൾക്ക് അറിയാം, എവിടെയാണ്? ഝാൻസിയിലാണ് റാണി ലക്ഷ്മിബായി. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. ഓക്കെ. പിന്നെ ഇദ്ദേഹം മംഗൾ പാണ്ഡെ 34th ഇൻഫൻട്രിയുടെ ഭാഗമായിരുന്നു. 34ാമത്തെ കാലാൾപ്പടയുടെ ഭാഗമായിരുന്നു മംഗൾ പാണ്ഡെ. അദ്ദേഹം ബാരക്പൂരിലാണ്, എന്റെ ഓർമ്മശരിയാണ്, യുപിയിലെ ബാരക്പൂരിലാണ് റിവോൾട്ട് നടത്തിയിട്ടുണ്ടായി. ഈ മീററ്റിന്റെ ഒക്കെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ബാരക്പൂർ എന്ന് പറയുന്നത്, യുപിയിൽ തന്നെയാണ്. അവിടെയാണ് പുള്ളി റിവോൾട്ട് നടത്തിയിട്ടുണ്ടായത്, മംഗൾ പാണ്ഡെ. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. മംഗൾ പാണ്ഡെ ഒരു ബ്രാഹ്മണനായിരുന്നു. ആ കേസൊക്കെ നിങ്ങൾക്ക് അറിയാം. ആ ഗണ്ണ് ഉപയോഗിക്കാൻ പറഞ്ഞപ്പോൾ ഗണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അതിൽ പശുവിന്റെ നെയ്യ് അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇഷ്യൂ. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ കാൺപൂരിൽ ഇത് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്ന നാനയാണ്. നാനാ സാഹിബ് ഇപ്പോ ബ്രിട്ടീഷുകാർ ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ ഡൽഹൌസി. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നാനാ സാഹിബ് ദത്തുപുത്രൻ ആയതുകൊണ്ട് തന്നെ നാനാ സാഹിബിന് അദ്ദേഹത്തിന്റെ ഫാദർ ആയിട്ടുണ്ടായിരുന്ന ബാജിറാവു സെക്കൻഡിന്, പേഷു ആയിട്ടുണ്ടായിരുന്ന ബാജിറാവു സെക്കൻഡിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇത് പെൻഷൻ കൊടുക്കൂല എന്ന് പറഞ്ഞു. അതാണ് ഇഷ്യൂവിന് കാരണം.